മാണിയുടെ വാക്കുകൾ അറം പറ്റുന്നു. ജോസഫ് കുഴിച്ച കുഴിയിൽ ജോസഫ് തന്നെ വീഴാൻ പോകുന്നു. വീണ്ടും ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ്. കേരള രാഷ്ട്രീയത്തിലെ അതികായനായ KM മാണിയുടെ മാസ്റ്റർ പീസ് ഡയലോഗായിരുന്നു വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്ന്. എന്നാൽ പിളർപ്പിന്റെ കാര്യത്തിൽ മാണിയുടെ വാക്കുകൾ ശരിയായെങ്കിലും വളർച്ച മാത്രം ഉണ്ടായില്ല. ഇന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒട്ടുമിക്ക അക്ഷരങ്ങളും ബ്രാക്കറ്റിലുള്ള കേരള കോൺഗ്രസുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഇവയിൽ പ്രബലമായവ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസും PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസുമാണ്. ഇവർ തമ്മിലും പിളർപ്പുകളും ലയനങ്ങളും പലതവണ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പിളരാൻ ഒരുങ്ങുന്നത് PJ ജോസഫിന്റെ പാർട്ടിയാണ്. ജോസഫ് വിഭാഗത്തിലെ രണ്ടാം സ്ഥാനക്കാരനായ മോൻസ് ജോസഫ് പാർട്ടിയെ പിളർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ തവണ ജോസഫ് പാർട്ടി പിളർത്തിയത് കുടുംബാധിപത്യത്തിനെതിരായാണെന്നാണ് പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത്. KM മാണിയുടെ കാലശേഷം പുത്രനായ ജോസ് കെ മാണി പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചാണ് ജോസഫ് അന്ന് പാർട്ടി വിട്ടത്. എന്നാൽ ഇന്ന് ജോസഫിനെ പാർട്ടിയുടെ തലപ്പത്ത് സ്വന്തം മകനായ അപ്പു ജോൺ ജോസഫിനെ കൂടിയിരുത്തണം. എന്നാൽ ഇതുവരെ പാർട്ടിയിൽ രണ്ടാം സ്ഥാനക്കാരനായിരുന്ന ജോസഫിന് ശേഷം പാർട്ടിയെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്ന, അതിനുവേണ്ടി കരുക്കൾ നീക്കിയിരുന്ന മോൻസിന് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാമെന്ന് സ്വപ്നം കണ്ടിരുന്ന മോൻസ് ജോസഫിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തന്നെക്കാൾ ജൂനിയറായ അപ്പുവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിലും നല്ലത് പാർട്ടി പിളർത്തി സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതാണെന്നാണ് മോൻസ് വിഭാഗം കരുതുന്നത്. എന്നാൽ തനിക്ക് പിൻഗാമിയായി തന്റെ മകൻ അപ്പുവിനെ കൊണ്ടുവരണമെന്നും തൊടുപുഴ MLA ആക്കണമെന്നും കരുതുന്ന ജോസഫ് ഏതുവിധേനയും മോൻസിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനായി ജോസ് കെ മാണി വിഭാഗവുമായുള്ള ലയനത്തിനും ജോസഫ് തയ്യാറാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ UDFിൽ നിന്ന് അപ്പു ജയിച്ചു വരാൻ മോൻസ് വിഭാഗവും തൊടുപുഴയിലെ കോൺഗ്രസും അനുവദിക്കില്ല എന്ന് നല്ലതുപോലെ അറിയാവുന്ന ആളാണ് ജോസഫ്. അതുകൊണ്ടാണ് ഏതു വിധേനയും ജോസ് കെ മാണിയുമായി കൈകോർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ജോസ് കെ മാണിയെ അനുരഞ്ജിപ്പിക്കുന്നതിനായി ചില ബിഷപ്പുമാരുടെയും വൈദികരുടെയും സഹായം തേടിയിരിക്കുകയാണ് ജോസഫ്. എന്നാൽ തന്റെ പിതാവ് KM മാണിക്ക് പറ്റിയ ചതി ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലിലാണ് ജോസ്. ഒരു പ്രശസ്തനായ ധ്യാന ഗുരുവിന്റെ സമ്മർദ്ദത്തിനു വഴങ്ങിയായിരുന്നു കഴിഞ്ഞ തവണ ജോസഫും മാണിയുമായുള്ള ലയനം നടന്നത്. എന്നാൽ അത് ഒട്ടകത്തിന് ടെന്റിൽ ഇടം കൊടുത്തതുപോലെയായി മാറുകയായിരുന്നു. ചതിയുടെ ആൾരൂപമായ ജോസഫ് കളം നിറഞ്ഞാടിയപ്പോൾ മാണി ഗ്രൂപ്പിന് നഷ്ടമായത് അവരുടെ പ്രിയ നേതാവ് KM മാണിയെയും മാണി തന്റെ രണ്ടാം ഭാര്യ എന്ന് വിശേഷിപ്പിച്ചിരുന്ന പാലായുമായിരുന്നു. എന്നാൽ വീണ്ടും ഒരു ചതിയിൽപ്പെടാൻ താൻ തയ്യാറല്ല എന്നാണ് ജോസ് കെ മാണി തന്റെ അടുത്ത പാർട്ടി നേതാക്കന്മാരോട് പ്രതികരിച്ചത്. ജോസഫ് വിഭാഗത്തിൽ വീണ്ടും ഒരു പിളർപ്പിനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുമ്പോൾ അത് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് മാത്രമേ പറയാനാകൂ. PJ ജോസഫ് അന്ന് KM മാണിയോട് ചെയ്ത ചതികൾക്കെല്ലാം ഇന്ന് തിരിച്ചടി നേരിടുന്നു. അതിനു പിന്നിൽ ഇതുവരെ ജോസഫിന്റെ വിശ്വസ്തൻ ചമ്മഞ്ഞു നടന്നിരുന്ന മോൻസ് ജോസഫ് ആണെന്ന് മാത്രം.